സഹകരണ രംഗത്തെ പ്രതിസന്ധികൾ ദേശീയ തലത്തിൽ ചർച്ചയാവുകയാണ്. ഇന്ന് കേരളം സന്ദർശിച്ച പ്രധാനമന്ത്രി പ്രധാനമായി നൽകിയതും കരുവന്നൂരിൽ കണ്ടുകെട്ടിയ പണം തിരികെ കൊടുക്കും എന്ന വാഗ്ദാനമാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിലും കുന്നംകുളത്തും പ്രധാനമന്ത്രി ഇക്കാര്യം ആവർത്തിച്ചു. ഐസൺ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് പ്രധാനമായും കഴിഞ്ഞ ദിവസം NDAയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയതിനു ശേഷമാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. കാരണം ഐസൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ വരവ് കേരളത്തിലെ ജനങ്ങൾ പ്രധാനമായും വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്നതായിരുന്നു. അതിൽ ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ ഈ പ്രസംഗം അതിൽ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നതും ഈ കരുവന്നൂർ പോലെയുള്ള സഹകരണ ബാങ്കുകളിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയായവരുടെ അവർക്ക് ലഭിക്കുന്ന ആശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. കാരണം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിലായിരുന്നാലും തൃശൂർ നടത്തിയ പ്രസംഗത്തിലായിരുന്നാലും ഒക്കെ കരുവന്നൂർ ബാങ്കിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ദേശീയ തലത്തിൽ തന്നെ കരുവന്നൂർ ബാങ്ക് ചർച്ചയാകുകയാണ്. കാരണം വലിയ ഒരു തട്ടിപ്പ്, ഈ നിക്ഷേപ തട്ടിപ്പ് തന്നെയാണ് കരുവന്നൂർ ബാങ്കിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും CPM ഇവിടുത്തെ സഹകരണ മേഖലയെ കൈയടക്കി വച്ചിരിക്കുന്ന ഒരു സമീപനമുണ്ട്. ഈ CPM തന്നെ കൈയാളുന്ന ബാങ്കുകളിൽ നിരവധി പേർക്ക് ഇത്തരത്തിൽ പണം നിക്ഷേപിച്ചതിനു ശേഷം നഷ്ടപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു നിയമം, ഒരു ഏകീകൃത നിയമം ഈ മേഖലയിൽ വരണമെന്ന ആവശ്യം പൊതുതലത്തിൽ തന്നെ ഉയർന്നു വന്ന സാഹചര്യം കൂടിയുണ്ട്. പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിച്ചതും ആ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. കേന്ദ്രം നേരത്തെ തന്നെ കേന്ദ്ര സഹകരണ നിയമം ഭേദഗതി ചെയ്തിരുന്നു. അത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു നിയമം സംസ്ഥാനത്ത് എത്തുന്നതോടെ ഈ CPMന്റെ ഈ മേഖലയിലെ അപ്രമാദിത്വം, ഒരു കുത്തക സമീപനം ഒഴിവാകും എന്ന സ്ഥിതി സ്വാഭാവികമായും നിലവിൽ വരും. അപ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പ്രധാനമന്ത്രി അക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. കാരണം സഹകരണ നയം ഉടൻ തന്നെ പൂർണ്ണമായും പ്രഖ്യാപിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സഹകരണ രംഗത്തെ ഇത്തരം കൊള്ളകളില്ലാത്തൊരു കാലത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കാം.